കോടികൾ ആസ്തിയുള്ള കൊല്ലം കൊട്ടാരക്കര സദാനന്ദപുരം അവധൂത ആശ്രമത്തിൽ പ്രശ്നങ്ങളുണ്ടെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നുവെന്ന് ഗണേഷ് കുമാറിനെതിരെ RSS. അവിടെ പ്രശ്നങ്ങളില്ലെന്നും അവിടുത്തെ മുതിർന്ന സ്വാമിയെ വധിക്കാൻ പുതുതായി കയറിപ്പറ്റിയ സ്വാമിമാരിൽ ചിലർ ശ്രമിക്കുന്നുവെന്നും ഗണേശ്. വിവാദം കൊടുമ്പിരി കൊള്ളുകയാണ്. സന്യാസി ദീക്ഷ സ്വീകരിച്ചവരെ വ്യാജന്മാരെന്ന് മന്ത്രി ആക്ഷേപിക്കുന്നു എന്ന് RSS. ആയിരക്കണക്കിന് ഏക്കർ ഭൂമിയുണ്ടായിരുന്ന ആശ്രമത്തിൽ അവശേഷിക്കുന്നത് കൂടി കൈക്കലാക്കാൻ കാലാകാലങ്ങളായി സർക്കാരുകൾ ശ്രമിക്കുകയാണെന്ന് RSS. എന്തായാലും അടുത്ത മഠാധിപതിയെ നിശ്ചയിക്കാനുള്ള അധികാരം ഇപ്പോഴത്തെ മഠാധിപതിക്കാണ്. ഇപ്പോഴത്തെ മഠാധിപതിയുടെ പേര് സദാനന്ദ ഭാരതി എന്നാണ്. പ്രായം 97. അദ്ദേഹത്തിന് അവശതകൾ ഉണ്ട്. അതിനിടയിൽ ഈ വിഷയം പുറത്തു വന്നത് സദാനന്ദപുരം അവധൂത ആശ്രമത്തിലെ സ്വാമി രാമാനന്ദ ഭാരതിയെ കണ്ണിൽ മുളകുപൊടി വിതറി മർദ്ദിച്ചെന്ന വാർത്ത പുറത്തു വന്നതോടെയാണ്. സ്വാമിയെ കൊല്ലത്ത് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു. എന്നാൽ സ്വാമിയുടെ പരാതി വ്യാജമാണെന്നും അന്വേഷണം നടത്തണമെന്നാണ് ഇപ്പോഴത്തെ മഠാധിപതി സ്വാമി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ മഠാധിപതി സ്വാമിയുടെ ആവശ്യം പോലീസ് അന്വേഷിക്കുകയാണ്. എന്തായാലും ഈ രാമാനന്ദ ഭാരതി കൊല്ലപ്പെട്ടേക്കാമെന്നും ആശ്രമത്തിൽ ചിലർ അനധികൃതമായി കടന്നുകൂടിയിട്ടുണ്ടെന്നും ഇവരെ പുറത്താക്കണമെന്നും ആശ്രമം സന്ദർശിച്ച മന്ത്രി KB ഗണേഷ് കുമാർ പറയുകയുണ്ടായി. തിങ്കളാഴ്ച രാത്രി 10ഓടെയാണ് സംഭവങ്ങൾ അരങ്ങേറിയത്. അജ്ഞാതനായ ആൾ കണ്ണിൽ മുളകുപൊടി എറിയുകയും വടിയുപയോഗിച്ച് പുറത്ത് മർദ്ദിക്കുകയുമായിരുന്നു എന്നാണ് രാമാനന്ദ ഭാരതിയുടെ പരാതി. ആശ്രമം വിട്ടുപോകണമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് മർദ്ദനമെന്നും അദ്ദേഹം പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നു. മഠാധിപതിയും രാമാനന്ദ ഭാരതിയുമായുള്ള അധികാരത്തർക്ക കേസുകൾ കോടതിയുടെ പരിഗണനയിലാണ്. സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം തയ്യാറാക്കിയ നിയമാവലി അനുസരിച്ചാണ് ഇപ്പോൾ കോടികൾ ആസ്തിയുള്ള ഈ മഠത്തിന്റെ പ്രവർത്തനം. ആശ്രമവിരുദ്ധ പ്രവർത്തനങ്ങൾ ആരോപിച്ച് രാമാനന്ദ ഭാരതിയെ മഠാധിപതി നോട്ടീസ് നൽകി പുറത്താക്കിയിരുന്നു. അടുത്ത മഠാധിപതിയാകുന്നതിൽ നിന്ന് തന്നെ ഒഴിവാക്കാനുള്ള നീക്കമാണ് ഇതിന് പിന്നിലെന്ന് രാമാനന്ദ ഭാരതി ആരോപിക്കുന്നു. സംഭവത്തിന് പിന്നിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് മഠാധിപതി സദാനന്ദ ഭാരതി റൂറൽ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടുണ്ട്. DSPയുടെ നേതൃത്വത്തിൽ പോലീസ് ആശ്രമത്തിലെത്തി പരിശോധനയും നടത്തിക്കഴിഞ്ഞു. സംഭവത്തിൽ കൊട്ടാരക്കര CIയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം രൂപീകരിച്ച് അന്വേഷണം ആരംഭിച്ചതായി റൂറൽ ജില്ലാ പോലീസ് മേധാവി KM സാബു മാത്യു പറഞ്ഞു. എന്തായാലും വിവാദം കൊഴുക്കുകയാണ് ഈ ആശ്രമത്തിൽ. ഈ ആശ്രമത്തിൽ കയറിപ്പറ്റിയ ഒരു സ്വാമി, അദ്ദേഹം ചിക്കനും കള്ളുമൊക്കെ അടിക്കുന്ന സ്വാമിയാണ് എന്നാണ് ഗണേഷ് കുമാറിന്റെ ആരോപണം. കള്ളുഷാപ്പിൽ കറിവയ്ക്കാൻ നിന്ന പാരമ്പര്യം മാത്രമാണ് അദ്ദേഹത്തിനുള്ളതെന്ന് ഗണേഷ് കുമാർ പറയുന്നു. മാത്രമല്ല, ഈ ആശ്രമത്തിൽ കയറിപ്പറ്റിയ രാധാകൃഷ്ണൻ, ഇതിന്റെ PRO പോസ്റ്റിലിരിക്കുന്ന രാധാകൃഷ്ണൻ, കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിൽ ഒരുപാട് കേസുകളിൽ പ്രതിയാണ്. മുതിർന്ന സന്യാസി സദാനന്ദ ഭാരതിയെ ഹൈജാക്ക് ചെയ്ത് അധികാരം പിടിച്ചെടുക്കാൻ ചിക്കനും കള്ളുമൊക്കെ അടിച്ച് വിലസി നടക്കുന്ന സ്വാമി ശ്രമിക്കുന്നു എന്ന ആരോപണമാണ് ഗണേഷ് കുമാർ ഉന്നയിച്ചിരിക്കുന്നത്. ആ ആരോപണത്തിന് നമ്മുടെ ചിക്കൻ കള്ള് സ്വാമി മറുപടി പറഞ്ഞിട്ടുമില്ല. എന്തായാലും സ്വാമിയെ തൂക്കിയെടുത്തിരിക്കുന്നു ഗണേഷ് കുമാർ. മാത്രമല്ല, സ്വാമിക്കെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുമെന്നും അദ്ദേഹം പറയുന്നു. സംഘി സ്വാമിയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ സംഘികൾ അദ്ദേഹത്തെ സംരക്ഷിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞു. എന്തായാലും കൊട്ടാരക്കരയിലെ ഈ സന്യാസമഠം വിവാദത്തിന്റെ നിഴലിലായിരിക്കും. വർഷങ്ങൾക്ക് മുമ്പ് മഹാത്മാ അയ്യങ്കാളി സ്ഥാപിച്ചതാണ് ഈ സന്യാസിമഠം.
അദ്ദേഹത്തിന്റെ ചൈതന്യം ഉറങ്ങുന്ന സന്യാസി മഠം. ആ സന്യാസി മഠമാണ് ചിക്കന്റെയും കള്ളിന്റെയും ഒക്കെ ഉറവിടമായി മാറിയതെന്ന് ഗണേഷ് കുമാർ പറയുമ്പോൾ സന്യാസിമാർ എത്രമാത്രം അധപതിച്ചിരിക്കുന്നു എന്ന ചോദ്യം പൊളിറ്റിക്സ് കേരള പ്രേക്ഷകരോട് KN ഷാജികുമാർ പങ്കുവയ്ക്കുന്നു.